വത്തിക്കാന്റെ മാറ്റർ എക്ലേസിയെ ആശ്രമത്തിന് സമീപത്തുള്ള ചരിത്രപ്രസിദ്ധമായ പച്ചക്കറിത്തോട്ടം പൂർണ്ണമായും ജൈവരീതിയിലേക്ക്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോ സി ചാക്രിക ലേഖനത്തിലെ ദർശനങ്ങൾ മുൻനിർത്തിയാണ് തോട്ടം പൂർണ്ണമായും പ്രകൃതി സൗഹൃദ കൃഷിരീതിയിലേക്ക് മാറ്റിയത്. മധ്യകാലഘട്ടത്തിൽ നിക്കോളാസ് മൂന്നാമൻ മാർപ്പാപ്പയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ തോട്ടത്തിൽ പരമാവധി വിളവുണ്ടാക്കുക എന്നതിലുപരി പ്രകൃതിയുടെ വളർച്ചാ ചക്രങ്ങളെ മാനിച്ചുകൊണ്ടും മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത നിലനിർത്തിക്കൊണ്ടുമാണ് കൃഷി നടത്തുന്നത്. പ്രത്യേക പെല്ലറ്റൈസ്ഡ് ജൈവവളങ്ങളും ആൽഗകൾ അടങ്ങിയ വളങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ക്രോപ്പ് റൊട്ടേഷൻ വഴിയാണ് മണ്ണിലെ നൈട്രജന്റെ അളവ് ക്രമീകരിക്കുന്നത്. കീടനാശിനികൾ പൂർണ്ണമായും ഒഴിവാക്കി സ്വാഭാവിക മാർഗങ്ങളിലൂടെ മാത്രമാണ് കീടനിയന്ത്രണം നടത്തുന്നത്. തോട്ടത്തിലെ ജലസേചനം ഇന്നും കൈകളാൽ നേരിട്ടാണ് നിർവഹിക്കുന്നത്. വെളുത്തുള്ളി, തുളസി, വിവിധയിനം മുളകുകൾ, തക്കാളി, വഴുതന, മത്തങ്ങ എന്നിവയ്ക്കൊപ്പം 150 വർഷത്തോളം പഴക്കമുള്ള നാരകച്ചെടികളും ഈ തോട്ടത്തിലുണ്ട്. രാസവസ്തുക്കൾ ഒട്ടും ഉപയോഗിക്കാതെ വിളയിച്ചെടുക്കുന്ന ഇവയുടെ പഴങ്ങൾ തൊലിയോടെ തന്നെ കഴിക്കുവാൻ സാധിക്കുന്നവയാണ്. ഇവിടെ വിളവെടുക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ആശ്രമത്തിലെ കന്യാസ്ത്രീകളുടെ ആവശ്യങ്ങൾക്കും കാസ ദോണോ ദി മരിയ പോലുള്ള ചാരിറ്റി സ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്തു വരുന്നു.